Hello people, welcome to another vlog of Mallu in Maple. So guys, നമ്മൾ ഇന്ന് സെന്റ് തോമസ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. Railway capital of Canada. പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പോർട്ട് സ്റ്റാൻലി സ്റ്റേഷന്റെ റെപ്ലിക്ക. ഒന്റാറിയോയിലെ സെന്റ് തോമസിലുള്ള ലണ്ടൻ പോർട്ട് സ്റ്റാൻലി LPS സ്റ്റേഷൻ റെപ്ലിക്ക. ഒരു കാലത്ത് ലണ്ടനെ തടാകക്കരയിലെ പോർട്ട് സ്റ്റാൻലിയുമായി ബന്ധിപ്പിച്ചിരുന്ന LPS ലൈനിലെ ഒരു പ്രധാന സ്റ്റോപ്പായി പ്രവർത്തിച്ചിരുന്ന ഒരു ചരിത്രപരമായ റെയിൽവേ ഡിപ്പോയുടെ മനോഹരമായ പുനർനിർമ്മാണമാണ്. 2013 യഥാർത്ഥ സ്ഥലത്തോ അതിനടുത്തോ നിർമ്മിച്ച ഈ പകർപ്പ് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാല സ്റ്റേഷന്റെ രൂപവും ഭാവവും പകർത്തുന്നു. കാലാതീതമായ വാസ്തുവിദ്യ, വിന്റേജ് പ്രചോദിത വിശദാംശങ്ങൾ, വ്യാഖ്യാന പ്രദർശനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ഇന്ന് നഗരത്തിലെ സമ്പന്നമായ റെയിൽ പൈതൃകം പര്യവേക്ഷണം ചെയ്യാൻ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്ന റെയിൽവേ സിറ്റി ടൂറിസം ഓഫീസാണിത്. പ്രാദേശിക ആകർഷണങ്ങൾ, ചരിത്രപരമായ നടത്ത ടൂറുകൾ, ഒരു കാലത്ത് പാസഞ്ചർ ട്രെയിനുകളെ എറി തടാകത്തിന്റെ ബീച്ചുകളിലേക്ക് കൊണ്ടുപോയിരുന്ന തിരക്കേറിയ സംരക്ഷിത റെയിൽ ഇടനാഴി എന്നിവയിലേക്കുള്ള ഒരു കവാടമായും ഈ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു. സെന്റ് തോമസിന്റെ റെയിൽവേ ഭൂതകാലത്തോടുള്ള ആദരസൂചകവും ഭാവി തലമുറകൾക്കായി ആ ചരിത്രം ട്രാക്കിൽ നിലനിർത്തുന്ന ഒരു ഊർജ്ജസ്വലമായ കമ്മ്യൂണിറ്റി ഹബ്ബുമാണ് ഇത്. ഒന്റാറിയോയിലെ സെന്റ് തോമസിന്റെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര ചിഹ്നങ്ങളിലൊന്നാണ് ജംബോ എന്ന ആന. ഇത് നഗരത്തിന്റെ സമ്പന്നമായ റെയിൽവേ ഭൂതകാലവുമായി എന്നേക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1860-ൽ ആഫ്രിക്കയിൽ ജനിച്ച് പിന്നീട് ലണ്ടൻ മൃഗശാലയിലെ ഒരു നക്ഷത്ര ആകർഷണമായി മാറിയ ജംബോ P.T. ബർണമിന്റെ ഭൂമിയിലെ ഏറ്റവും മികച്ച ഷോയിൽ ചേർന്നതിനുശേഷം ലോകമെമ്പാടും പ്രശസ്തിയിലേക്ക് ഉയർന്നു. അവിടെ അദ്ദേഹത്തിന്റെ ഭീമാകാരമായ വലിപ്പവും സൗമ്യമായ സ്വഭാവവും വടക്കേ അമേരിക്കയിലുടനീളമുള്ള പ്രേക്ഷകരെ ആകർഷിച്ചു. 1885 സെപ്റ്റംബർ 15 സെന്റ് തോമസിൽ പ്രകടനം നടത്തിയതിനുശേഷം കാനഡയിലെ റെയിൽവേ ശൃംഖലയിലെ ഒരു പ്രധാന കേന്ദ്രമായ നഗരത്തിലെ തിരക്കേറിയ റെയിൽ യാർഡുകൾക്ക് സമീപം തന്റെ സർക്കസ് ട്രെയിനിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിനിടെ ഒരു ചരക്ക് തീവണ്ടി ഇടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കഥ ഒരു ദാരുണമായ വഴിത്തിരിവായി. ഈ സംഭവം ലോകത്തെ ഞെട്ടിച്ചു. സർക്കസിന്റെയും പ്രാദേശിക നാടോടിക്കഥകളുടെയും ഭാഗമായി അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 100 വാർഷികത്തിന്റെ സ്മരണയ്ക്കായി 1985-ൽ ന്യൂ ബ്രൺസ്വിക്ക് ആർട്ടിസ്റ്റ് വിൻസ്റ്റൺ ബ്രോണം സൃഷ്ടിച്ച 38 ടൺ ഭാരമുള്ള ഒരു ഭീമൻ ഗ്രാനൈറ്റ് പ്രതിമ നഗരം അനാച്ഛാദനം ചെയ്തു. സെന്റ് തോമസിന്റെ പടിഞ്ഞാറൻ പ്രവേശന കവാടത്തിൽ അഭിമാനത്തോടെ നിൽക്കുന്നു. ഇന്ന് ഈ ജീവനുള്ള സ്മാരകം എല്ലാ വർഷവും ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. ഇതിഹാസ് ആനയ്ക്കുള്ള ആദരാഞ്ജലിയായും റെയിൽവേ നഗരം എന്ന നിലയിൽ സെന്റ് തോമസിന്റെ ചരിത്രത്തിലെ അതുല്യമായ സ്ഥാനത്തിന്റെ ഓർമ്മപ്പെടുത്തലായും ഇത് പ്രവർത്തിക്കുന്നു. നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20 നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും കാനഡയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ കേന്ദ്രങ്ങളിലൊന്നായി മാറിയപ്പോഴാണ് ഒന്റാറിയോയിലെ സെന്റ് തോമസ് എന്ന പേര് ലഭിച്ചത്.
അതിന്റെ ഉന്നതിയിൽ നഗരത്തെ ഡെട്രോയിറ്റ്, ബഫല്ലോ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 100-ലധികം ട്രെയിനുകൾ ദിവസവും ഇതിലൂടെ കടന്നുപോയി. ഇന്ന് ആ സമ്പന്നമായ ഗതാഗത പൈതൃകം കാനഡ് സതേൺ റെയിൽവേ സ്റ്റേഷൻ, എൽജിൻ കൗണ്ടി റെയിൽവേ മ്യൂസിയം. 1885-ൽ ഇവിടെ ഒരു ട്രെയിൻ ഇടിച്ച് ദാരുണമായി കൊല്ലപ്പെട്ട പ്രിയപ്പെട്ട സർക്കസ് താരത്തിന്റെ സ്മാരകമായ പ്രശസ്തമായ ജംബോ ദി എലിഫന്റ് സ്മാരകം തുടങ്ങിയ ലാൻഡ് മാർക്കുകളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 1800കളുടെ തുടക്കത്തിൽ സ്ഥാപിതമായതും കേണൽ തോമസ് ടാൽബോട്ടിന്റെ പേരിലറിയപ്പെടുന്നതുമായ ഈ നഗരം ആദ്യകാല മെഡിക്കൽ സ്കൂൾ മുതൽ വിക്ടോറിയൻ കാലഘട്ടത്തിലെ വാസ്തുവിദ്യ വരെയുള്ള ചരിത്ര പാളികളുമായി ചെറിയ പട്ടണത്തിന്റെ മനോഹാരിതയെ സംയോജിപ്പിക്കുന്നു. സന്ദർശകർക്ക് പൈതൃക കെട്ടിടങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും ഒതുക്കമുള്ള നഗരകേന്ദ്രത്തിലൂടെ നടക്കാനും ഭാവിയിലേക്ക് നോക്കുമ്പോൾ തന്നെ അതിന്റെ ഭൂതകാലത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു സമൂഹത്തെ ആസ്വദിക്കാനും കഴിയും. റെയിൽവേ വേരുകൾക്കപ്പുറം പ്രകൃതി സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ട ഊർജ്ജസ്വലവും കുടുംബ സൗഹൃദപരവുമായ ഒരു അന്തരീക്ഷമാണ് സെന്റ് തോമസ് പ്രദാനം ചെയ്യുന്നത്. കച്ചേരികൾ, കളിസ്ഥലങ്ങൾ, പൂന്തോട്ടങ്ങൾ, മനോഹരമായ നടത്തപാതകൾ എന്നിവയ്ക്ക് പേരുകേട്ട വിശാലമായ പിനാഫോർ പാർക്ക് ഉൾപ്പെടെ 35-ലധികം പാർക്കുകൾ ഈ നഗരത്തിലുണ്ട്. നഗരത്തിലെ ആദ്യത്തെ പൊതു പാർക്കായ വാട്ടർ വർക്ക്സ് പാർക്ക് പിക്നിക്കുകൾ, പുഷ്പ പ്രദർശനങ്ങൾ, നദീതീര നടത്തങ്ങൾ എന്നിവയ്ക്ക് പ്രിയപ്പെട്ടതാണ്. അതേസമയം വിസിൽ സ്റ്റോപ്പ് ട്രെയിൽ സാഹസികരെ അടുത്തുള്ള പോർട്ട് സ്റ്റാൻലിയുടെ ബീച്ചുകളിലേക്ക് നയിക്കുന്നു. വർഷം മുഴുവനും സെന്റ് തോമസ് അയൺ ഹോഴ്സ് ഫെസ്റ്റിവൽ, ആർക്ക് സ്ക്രോൾ, കാനഡ് ദിനാഘോഷങ്ങൾ തുടങ്ങിയ പരിപാടികളുമായി സജീവമായി വരുന്നു. ഇത് സമൂഹത്തിന്റെ ഹൃദയഭാഗത്ത് താമസക്കാരെയും സന്ദർശകരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഏകദേശം 43,000 ജനസംഖ്യയുള്ള സെന്റ് തോമസ് ജീവിതത്തിന്റെ വിശ്രമവും ഊർജ്ജസ്വലമായ സാംസ്കാരിക രംഗവും സംയോജിപ്പിക്കുന്നു. ഇത് തെക്കുപടിഞ്ഞാറൻ ഒന്റാറിയോയിലെ ആകർഷകമായ സ്ഥലമാക്കി മാറ്റുന്നു. ഒന്റാറിയോയിലെ സെന്റ് തോമസിന് തെക്ക് ഏകദേശം 15 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ഇരി തടാകത്തിന്റെ വടക്കൻ തീരത്തുള്ള മനോഹരമായ ഒരു തടാകക്കര ഗ്രാമമാണ് പോർട്ട് സ്റ്റാൻലി. വിശാലമായ മണൽ നിറഞ്ഞ ബീച്ചുകൾ, മനോഹരമായ തുറമുഖം, ശാന്തമായ അന്തരീക്ഷം എന്നിവയ്ക്ക് പേരുകേട്ട ഇത് തെക്കുപടിഞ്ഞാറൻ ഒന്റാറിയോയുടെ പ്രിയപ്പെട്ട വേനൽക്കാല ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാണ്. പ്രധാന ആകർഷണമായ പോർട്ട് സ്റ്റാൻലി മെയിൻ ബീച്ച് ശുചിത്വത്തിനും ജലഗുണനിലവാരത്തിനും ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. ഇത് നീന്തൽക്കാരെയും സൂര്യപ്രകാശം ആസ്വദിക്കുന്നവരെയും കുടുംബങ്ങളെയും സീസണിലുടനീളം ആകർഷിക്കുന്നു. ഗ്രാമത്തിന്റെ ഒതുക്കമുള്ള ഡൗൺടൗൺ ബോട്ടിക് ഷോപ്പുകൾ, സുഖപ്രദമായ കഫേകൾ, മികച്ച റെസ്റ്റോറന്റുകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. അവയിൽ പലതും പ്രാദേശിക പ്രത്യേകതകൾ, പുതുതായി പിടിച്ചെടുക്കുന്ന പെർച്ച് എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. ചരിത്രത്തിൽ സമ്പന്നമായ പോർട്ട് സ്റ്റാൻലി 19 നൂറ്റാണ്ടിൽ തിരക്കേറിയ ഒരു തുറമുഖവും മത്സ്യബന്ധന കേന്ദ്രവുമായിരുന്നു. അതിന്റെ സമുദ്ര പൈതൃകത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും തുറമുഖത്തും പോർട്ട് സ്റ്റാൻലി ടെർമിനൽ റെയിലിലും കാണാം. ഇത് സന്ദർശകരെ ഗ്രാമപ്രദേശങ്ങളിലൂടെ വിശ്രമയാത്രയ്ക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ പൈതൃക ട്രെയിനാണ്. വെള്ളത്തിന് അഭിമുഖമായി ഒരു ചരിത്ര കെട്ടിടത്തിൽ കനേഡിയൻ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന പോർട്ട് സ്റ്റാൻലി ഫെസ്റ്റിവൽ തിയേറ്ററിലേക്ക് കലാപ്രേമികൾ ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾ കടൽത്തീര ബോർഡ് വാക്ക് പര്യവേക്ഷണം ചെയ്യുകയാണെങ്കിലും, തടാകത്തിനു മുകളിലൂടെ സൂര്യാസ്തമയം ആസ്വദിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ വർണ്ണാഭമായ കോട്ടേജുകളിലൂടെ നടക്കുകയാണെങ്കിലും, പോർട്ട് സ്റ്റാൻലി ചെറിയ പട്ടണത്തിന്റെ മനോഹാരിത, ബീച്ച് ടൗൺ ഊർജ്ജം, പ്രകൃതി സൗന്ദര്യം എന്നിവയുടെ മികച്ച സംയോജനം വാഗ്ദാനം ചെയ്യുന്നു. ഹേ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. സോ ഞാൻ ഓർത്തു ഈ മോൺട്രിയലിലോട്ട് പോകുന്ന വഴിക്ക് വിൻസർ ഒന്ന് ടച്ച് ചെയ്തിട്ട് നിങ്ങളെ വിൻസർ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഇപ്പോൾ വിൻസറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. സോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നമ്മൾ വിൻസറിലെത്തി. പക്ഷേ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിത് ഡെട്രോയിറ്റുമായിട്ടാണ് ഇതിൻ്റെ ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഒന്റാറിയോയിലെ വിൻസർ കാനഡയുടെ തെക്കേ അറ്റത്തുള്ള നഗരമാണ്. മിഷിഗണിലെ ഡിട്രോയിറ്റിന് നേരെ എതിർവശത്ത് ഡെട്രോയിറ്റ് നദിയുടെ തെക്കേ കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ തന്ത്രപ്രധാനമായ സ്ഥാനം ഇതിനെ കാനഡയ്ക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും ഇടയിലുള്ള ഏറ്റവും തിരക്കേറിയതും പ്രധാനപ്പെട്ടതുമായ അതിർത്തി ക്രോസിംഗുകളിൽ ഒന്നാക്കി മാറ്റി. അംബാസഡർ പാലവും വിൻസർ ഡിട്രോയിറ്റ് ടണലും സുപ്രധാന വ്യാപാര യാത്രാ ലിങ്കുകളായി വർത്തിക്കുന്നു. പലപ്പോഴും കാനഡയിലേക്കുള്ള കവാടം എന്ന് വിളിക്കപ്പെടുന്ന വിൻസറിന്റെ ചരിത്രം, വാണിജ്യം, വ്യവസായം, സാംസ്കാരിക വിനിമയം എന്നിവയിൽ അതിന്റെ പങ്കാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് കുടിയേറ്റത്തിന്റെ കേന്ദ്രമായിരുന്ന നഗരം ഒരു നിർമ്മാണ ശക്തി കേന്ദ്രമായി വളർന്നു. പ്രത്യേകിച്ച് ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ കാനഡയുടെ ഓട്ടോമോട്ടീവ് തലസ്ഥാനം എന്ന പദവി നേടി. ഇന്ന് വ്യവസായം പ്രധാനമായി തുടരുമ്പോൾ വിൻസർ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ടൂറിസം, കലകൾ എന്നിവയിലേക്ക് വൈവിധ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ മനോഹരമായ കടൽത്തീരങ്ങൾ, ചരിത്രപരമായ അയൽപ്പക്കങ്ങൾ, അന്താരാഷ്ട്ര രുചി എന്നിവ സന്ദർശകരെ ആകർഷിക്കുന്നു. ഇത് ചെറിയ പട്ടണങ്ങളിലെ ഊഷ്മളതയുടെയും വലിയ നഗരബന്ധങ്ങളുടെയും ഒരു സവിശേഷ മിശ്രിതമാക്കി മാറ്റുന്നു.
വിൻസർ ഇസ് വൺ ഓഫ് ദി ബോർഡേഴ്സ് ഗൈസ്. ഇതൊരു ട്രേഡ് ബോർഡർ ആണ്. കാണാമല്ലോ നിങ്ങൾക്ക് കുറെ ട്രക്സ് ഒക്കെ മൂവ് ചെയ്യുന്നത് കാണാമായിരിക്കും അതിന്റെ മുകളിൽ. സോ ഇവിടുന്ന് നേരെ മുമ്പിലോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടെ അവര് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യും. ഇവിടുന്ന് കാനഡയിൽ നിന്ന് പോവുകയാണെങ്കിൽ അവർ അതിൽ നിന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് US-ലോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. ബട്ട് എനിവേസ് ദിസ് ഇസ് ഹൗ ഡെട്രോയിറ്റ് ഇസ് സോ നിയർ ടു അസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒന്ന് സ്വിമ്മ് ചെയ്ത് അങ്ങോട്ട് കടന്നാലും അതൊന്നും നടക്കത്തില്ല. ഇവിടെ സ്ട്രിക്ട്ലി വിജിലന്റ് ആണ്. ഇവിടുന്ന് മൂവ് ആവുന്ന ഓരോ കാര്യങ്ങൾ അവർക്കറിയാം. അപ്പുറത്തും ഇപ്പുറത്തും ബോർഡറിൽ സെക്യൂരിറ്റി ഫോഴ്സസിന് ക്ലിയർ ആയിട്ട് അറിയാം. സോ ഇതങ്ങനെ ക്രോസ് ചെയ്തൊന്നും പോകാൻ പറ്റത്തില്ല. കുറച്ച് നാള് മുമ്പ് ഒരു ഫാമിലി ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ ആ ഒരു ഫാമിലിയോടെ മുങ്ങി മരിച്ചു. വെള്ളത്തിന് നല്ല ആഴമുണ്ട് ഇവിടെ. ഇവിടെ കുറെ ഞാനിവിടെ നടന്നു വന്നപ്പോൾ ഇവിടെ കുറെ പേരുകളൊക്കെ കുത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് എന്താണെന്നുള്ളത് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇല്ല. ഇവിടെ അങ്ങ് വരെ ഉണ്ട്. ഇവിടെയൊക്കെ ചിലതെന്നൊക്കെ ഇയേഴ്സ് എഴുതിയിട്ടുണ്ട്. C1. കാനഡയുടെ മേപ്പിൾ സിറപ്പ് ഒക്കെ US-ലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ പല കാര്യങ്ങളുണ്ട്. പോൾട്രി, ഡയറി ഫാം പ്രോഡക്ട്സ്, പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ടാരിഫ് ഇപ്പോൾ ആർക്കാണ് വിന്നിങ് സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു കൺട്രീസ്, അതായത് US ആണെങ്കിലും കാനഡ ആണെങ്കിലും രണ്ടുപേരും ഡിപ്പെൻഡൻ്റ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ദേ ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് അതർ ഈ ഇടയ്ക്ക് വരെ. പക്ഷെ ഇപ്പം പെട്ടെന്നുള്ള ഒരു ടാരിഫ് ചേഞ്ച് കാരണം അതിൽ രണ്ടുപേർക്കും അതൊരു ലോസാണ്. പബ്ലിക് സഫർ ആവുന്നുണ്ട്. കാരണം പണ്ടൊക്കെ കാനഡയിൽ നിന്ന് ഹോളിഡേക്കൊക്കെ ആൾക്കാർ US-ലോട്ട് പോകുമായിരുന്നു. US-ൽ നിന്ന് ആൾക്കാർ കാനഡയിലോട്ട് വരുമായിരുന്നു. പക്ഷെ ഇപ്പം അതൊരു ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ട് ആൾക്കാർ, പക്ഷേ നോട്ട് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. ഇപ്പം നേരത്തെ ഉള്ള ഒരു ക്രൗഡ് പുള്ളിങ് ഇപ്പം US-ലോട്ട് കാനഡയിൽ നിന്ന് ആരും പോകാറില്ല. കാരണം ഇപ്പം ബോർഡർ ക്രോസ് ചെയ്യുന്നതിനും ഏതാണ്ട് ഫീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം പോകാറുണ്ടായി. സോ ഇതാണ് കാനഡയുടെ ഒരു ബോർഡർ. പിന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന പല ബോർഡേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും പക്ഷെ ഇത് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇവിടെ ട്രേഡ് ഷിപ്സ്, ഡെട്രോയിറ്റിന്റെ മെയിൻ സിറ്റി. ഇതിന്റെ അടുത്തല്ലേ ബോർഡേഴ്സ് ഒക്കെ ഇത്രയും ക്ലോസ് ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇവിടെ ഇനിയൊരു ബോർഡറും കൂടി ഉണ്ട്. അതിൽ നമുക്ക് റോഡ്സ്, അതായത് സെയിം റോഡാണ്, റോഡ് ഒരുപോലെയാണ്. പക്ഷെ അപ്പുറത്ത് US-ൽ ഇപ്പുറത്ത് കാനഡ ആയിട്ടാണ്. സോ ജസ്റ്റ് ഇമാജിൻ ഹൗ ക്ലോസ് വി ആർ ടു ദി ബോർഡേഴ്സ്. എന്നിട്ട് പോലും നമുക്ക് അതിലും പ്രശ്നങ്ങളാണ്, ടാരിഫും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞു.
So all the people watching from US, hello to all of you. ഇവിടെയാണ് ആൾക്കാർ ടിക്കറ്റ് ഓഫീസ് hours of operation. മെയ് 1 തീയതി ഒക്ടോബർ 31 വരെയാണ്. Friday to Sunday, 1 PM, 6 PM including the timings. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഡിന്നർ ക്രൂസസ് ഉണ്ട്, ഹോളിഡേ പാർട്ടീസ് ചെയ്യാൻ, ലഞ്ച് ക്രൂസസ് ഉണ്ട്, ഗ്രൂപ്പ് ചാർട്ടേഴ്സ് നിങ്ങൾക്ക് ചാർട്ടർ ചെയ്യാം. ഇത് ഒരു ബോട്ട്, സൈറ്റ് സീയിങ്, വെഡിങ്സ്. ഞാൻ മോൺട്രിയലിലേക്ക് മടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വിൻസർ ടച്ച് ചെയ്യാം. സോ വിൻസർ നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിവേസ് നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുത്തി ഞാൻ കരുതുന്നു. Okay, let's go. സോ ഗൈസ്, വന്നുകൊണ്ടിരുന്ന വഴിക്ക് വിശക്ക് വരുന്നു. അതുകൊണ്ട് മിസിസാക്കയിലൊരു കേരള റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിച്ചിട്ട് വേണം മുന്നോട്ടുള്ള യാത്ര വേണം.